ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മുക്കുട്ടി. സോ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വ്ളോഗാണ്. ഞങ്ങൾ നൂൺ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിനോട് എനിക്ക് അത്ര വലിയ ക്രേസ് ഉള്ള ഒരാളൊന്നുമല്ല. ഇൻ ദ സെൻസ് മെറ്റീരിയൽ തിങ്സ് വാങ്ങിച്ചു കൂട്ടുന്നതിനോട് എനിക്ക് ക്രേസ് ഇല്ല. കാരണം വെൻ ഇറ്റ് കംസ് ടു സ്പെൻഡിങ് മണി എൻ്റെ ഇൻട്രസ്റ്റ് വേറെ കുറച്ച് കാര്യങ്ങളോടാണ്. ബട്ട് നിതിനേട്ടൻ ലവ്സ് ടു ബൈ തിങ്സ് ഫോർ മീ. അപ്പൊ ഇതില് കുറെ സാധനങ്ങൾ എനിക്കുള്ളത് തന്നെയാണ്. അപ്പൊ നൂണില് കഴിഞ്ഞ ദിവസം 11 നവംബറിന് ഒരു 11/11 ഓഫർ ഉണ്ടായിരുന്നു. അതായത് 11/11/2024 കുറച്ച് സാധനങ്ങൾക്കൊക്കെ എടുത്തു കഴിഞ്ഞാല് 11 റിയാലാണ്. അപ്പൊ ഇതില് കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പൊ നമുക്ക് അൺബോക്സിങ് ചെയ്താലോ? ലെറ്റ്സ് ഗോ. അപ്പോ ആദ്യത്തെ പെട്ടി എടുക്കാം. അൺബോക്സിങ് ചെയ്ത് വലിയ പറ്റുള്ള ഒരാളൊന്നല്ല ഞാൻ. ഇതിന്റെ ഫോണാണ്. ഇത് മോട്ടറോളയുടെ ഫോണാണ്. ആക്ച്വലി കഴിഞ്ഞ വീക്ക് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ അത്യാവശ്യം സീരിയസ് ആയിട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കും നിതിൻ ചേട്ടനും തോന്നിയപ്പോൾ ക്യാമറ ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഫോൺ വാങ്ങിച്ചു തന്നായിരുന്നു. അത് റിയൽമി 12 Pro ആയിരുന്നു. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുള്ളവരറിയാം, അതിലെടുത്തതാണ്. പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ടായി. അതായത് ആഡ്സ് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുന്നു. അപ്പൊ അത് ശരിയാക്കാൻ സെറ്റിങ്സിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ നോക്കിയായിരുന്നു. പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയില്ല. അപ്പൊ ഞങ്ങളത് തിരിച്ചു വിട്ടു. അതിന് അധികം ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വാങ്ങിച്ച ഫോണാണ് ഇത്. എനിക്കിഷ്ടമുള്ള കളറാണ് ഈ ഒരു പിങ്കും അല്ല, എന്താ പറയാ, റോസും കലർന്ന ഒരു കളറ്, പെറ്റൽസ്, റോസ് പെറ്റൽസിന്റെ ഒക്കെ കളറ്. സോ നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. സോ ഇതിന്റെ കൂടെ ഒരു ഹെഡ്സെറ്റും വരുന്നുണ്ട്. റിയൽമി 12 Proയിൽ അത് ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. എനിക്ക് മ്യൂസിക് ഒക്കെ കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ട് നല്ല സംഭവമാണ്. സോ നമുക്ക് നെക്സ്റ്റ് സാധനത്തിലേക്ക് പോവാം. ഇത് ഒരു ഫോൺ കവറാണ്. കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി.
ഇത് ന്യൂ കേസ്, ആ ഒരു കമ്പനിയുടെയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോൺ കവറാണ്, ബ്ലാക്ക് ആണ് ഇതിന്റെ കളർ. സോ ഈ ഒരു ക്യാമറയില് ഈ ഒരു പിങ്ക് കളറും ബ്ലാക്കും ആ ഒരു കോൺട്രാസ്റ്റ് നല്ല ഒരു ലുക്കാണ്. നെക്സ്റ്റ് സാധനത്തിലേക്ക് പോവാം. ഇത് എന്താണെന്ന് എനിക്ക് ഒരു ഓർമ്മയും വരുന്നില്ല. നോക്കാം. ഇതിന്റെ പാക്കിങ് കളറും ഒക്കെ കുറച്ച് അട്രാക്റ്റീവ് ആണ് കമ്പയർഡ് ടു ആമസോൺ. ഇത് പൊട്ടിക്കാൻ പറ്റുന്ന സംഭവമല്ല. ഇതൊരു കിക്കോ മിലാനോടെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ലിപ് ഗ്ലോസ് ആണ്. സോ ഇത് ലിക്വിഡ് ഫോമിലുള്ള ലിപ് ഗ്ലോസ് ആണ്. അപ്പോൾ ഞാനൊരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നുണ്ട്, അന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ. സോ ഈ ഒരു കളർ എനിക്ക് മാച്ച് ചെയ്യുമോ എന്നുള്ളതൊക്കെ അന്നേ അറിയൂ. മുന്നേ ഒരു ന്യൂഡ് കളർ ഞാൻ വാങ്ങിച്ചിരുന്നു, അത് ചേരും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് ഭയങ്കര എന്താ പറയുക, ബ്രൈറ്റൻ ചെയ്ത് നിൽക്കുന്ന ഒരു കളറായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഈ സംഭവം ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഡാമേജ്ഡ് ആവാണ്ട് എത്തുട്ടോ. അപ്പോ ഇത് ഈ സാധനം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ലോറിയൽ പാരീസിന്റെ ആണ്. ഹൈഡ്രാ ജീനിയസ് അലോവേ വാട്ടർ, ഒരു മോയ്സ്ചറൈസർ ആണിത്. ഓക്കെ, പൊതുവെ മേക്കപ്പും കാര്യങ്ങളൊന്നും അത്ര എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്താ പറയാ, പക്ഷെ ബ്യൂട്ടി, സ്കിൻ കെയർ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആളല്ല. ഐ ഡു ഓൾ ദോസ് തിങ്സ്. അപ്പൊ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക് അങ്ങനത്തെ അല്ലാത്ത നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാവുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. സോ ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. പിന്നെ ഇത് ഗാർണിയർ സ്കിൻ ആക്റ്റീവ്. ഇത് ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതും ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. പിന്നെ ഇത് ഞാൻ വേറെ കമ്പനിയുടെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്, വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത്. അപ്പോ ഇതിപ്പോ ഗാർണിയറിന്റെ ആണ്. ഇത് 30 ml ആണ്. ഇതൊരു സ്കിൻ ബ്രൈറ്റനിങ് സംഭവമാണ്. ഞാൻ പക്ഷെ ഇത് അത്ര അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു ഭയങ്കര ഒരു റിസൾട്ട് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ മുന്നേ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു ആസ് എ മോയ്സ്ചറൈസർ ഇറ്റ് വർക്ക്സ് വെൽ. ചിലപ്പോൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവാം. അപ്പൊ അതങ്ങനെ ഉപയോഗിച്ചവർക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊന്നും 11 റിയാലിന് കിട്ടിയ സംഭവങ്ങളല്ല കേട്ടോ. ആക്ച്വലി ഈ ഡ്രസ്സുകളാണ് ഈ ഓഫറിന്റെ ഭാഗമായിട്ട് വാങ്ങിച്ചത്. സോ ഇതിന്റെ ക്വാളിറ്റി ഒന്നും അറിഞ്ഞില്ല. This one it looks good.
ഇതൊക്കെ ടോപ്പാണ്, ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. സോ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈ ഒരു മെറ്റീരിയൽ നല്ല എന്താ പറയാ, ഇടാൻ സുഖമാണ്. അതാണ്. പിന്നെ ഈ ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. പിന്നെ ഇത് വിചാരിച്ച മെറ്റീരിയൽ അല്ല. ആക്ച്വലി കണ്ടപ്പോ ഒരു ഭംഗിയൊക്കെ തോന്നിയായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇടാൻ സുഖമായിരിക്കും. ഇതിന്റെ പാറ്റേൺ ആണ് കുറച്ചൊരു എന്താ പറയാ വെറൈറ്റി ആയിട്ട് തോന്നിയത്. സോ ഇട്ട് വരുമ്പോ ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും. ദിസ് വൺ ഇവിടെയും ഇതൊരു ഓഫ് ഷോൾഡർ പോലെ വരുന്ന സംഭവമാണ്. അതുപോലെ ഇതിനും ചെറിയൊരു എന്താ പറയാ ഇവിടെ ഒരു കട്ടൊക്കെ ഉണ്ട്. പക്ഷെ കളർ കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട്. സോ ഇന്ന് വന്ന സാധനങ്ങളിലെ ഏറ്റവും വലിയ പെട്ടി ഇതാണ്. ഇതിലും ഒരു സിംഗിൾ ഐറ്റം ആയിട്ടല്ല എന്ന് തോന്നുന്നു, കുറച്ചധികം സാധനങ്ങൾ ഉണ്ട്. ഇതും ഒരു ടോപ്പാണ്. ഇത് ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്, കോട്ടൺ പോലത്തെ. സോ എനിക്ക് തോന്നുന്നു ഇതിന്റെ സൈസ് ഇച്ചിരി വലുപ്പമുണ്ട്. ആക്ച്വലി എനിക്ക് ഇതൊന്നും ഫിറ്റ് ആവില്ല എന്ന് വിചാരിച്ചു ഞാൻ സൈസ് ഒക്കെ എല്ലാത്തിനും കൂട്ടിയെടുത്തു. ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. പിന്നെ ഇത് മാക്കിന്റെ ആണ്. സോ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് തുടങ്ങിയത്, ഈ ഫൗണ്ടേഷനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത് മാരേജിനൊക്കെ ശേഷം ഇവിടെയൊക്കെ വന്നിട്ട് ഒക്കെയാണ്. കാരണം ഇവിടെ എല്ലാവരും പുറത്തൊക്കെ പോകുമ്പോൾ, മാൾസിലൊക്കെ പോകുമ്പോൾ അവര് കൂടുതലും ഇപ്പൊ പർദ്ദയൊക്കെ ഇടുന്നുണ്ട്. ഇപ്പൊ അവർ കാണുന്ന ഭാഗം, ഫേസ് അല്ലെങ്കിൽ ആക്സസറീസ്, കയ്യിൽ കാണുന്ന കുറച്ച് ഭാഗം, അതൊക്കെയാണ് അവർ അട്രാക്റ്റീവ് ആയിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ മാത്രം ഇതൊന്നും ഇടാണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഓഡ് വൺ ഔട്ട് ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് തുടങ്ങിയതാണ് മേക്കപ്പ്. ഞാൻ അതിൽ എക്സ്പേർട്ടായി വരുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് വാങ്ങിച്ചത്. കാരണം അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ പുറത്തു പോകുമ്പോൾ ഞാൻ ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കല്യാണത്തിന്റെ സമയത്ത് വാങ്ങിച്ചത് ഏതാണ്ട് തീരാറായി. അപ്പോ ഈ ഇങ്ങനത്തെ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്കത് ഇട്ട് നോക്കി വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പൊ ഞങ്ങള് ഇവിടെ മാക്കിന്റെ ഒരു ഷോപ്പ് ഞങ്ങൾ പോകുന്ന ഗാലറിയ മാളിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു കളർ പോയിട്ട് നോക്കിയായിരുന്നു. അപ്പൊ അങ്ങനെ അതിന്റെ പ്രോഡക്റ്റിന്റെ നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്യാണ് ചെയ്തത്. ഇനി ആ സംഭവം തന്നെയാണോ ഇതെന്നുള്ളത് ഇട്ട് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയാ, നല്ല ഫേസ് ഒക്കെ നല്ല പ്ലംപി ലുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹൈഡ്രേറ്റിംഗ് ലുക്ക് കിട്ടുന്ന ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതലും അവരുടെ സ്കിൻ നോക്കുമ്പോൾ അങ്ങനത്തെ ഇതാണ് കാണാറ്. സോ അത് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോഴാണ് അതിന് അങ്ങനെ ഒരു ലുക്ക് കിട്ടുള്ളൂ. ഞാൻ മുന്നേ ഉപയോഗിക്കുന്ന സംഭവത്തിന് അങ്ങനെ ഒരു ഹൈഡ്രേറ്റിംഗ് ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബ്രൈറ്റനിങ് ഫീൽ ഓഫ് കോഴ്സ് ഉണ്ടാവും. പിന്നെ അത് ഞാൻ അങ്ങനെ എന്റെ സ്കിൻ ടോണിന് ചേരുന്ന കളറാണോ അങ്ങനെയൊന്നും നോക്കി വാങ്ങിച്ചതല്ല. കാരണം ആ ഷോപ്പിൽ അങ്ങനെ ഇട്ട് നോക്കി വാങ്ങിക്കാൻ പറ്റുന്നൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇത് അങ്ങനെ ഹൈഡ്രേറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ചേട്ടനുള്ള സംഭവമാണ്.
ഇനി വിന്റർ ഒക്കെ വരാൻ പോകല്ലേ. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് ഇതുപോലത്തെ ഈ ഒരു പാറ്റേൺ വരുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്ന 2 ടോപ്പും കൂടി ഞാൻ വാങ്ങിച്ചു വിന്റർ ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട്. സോ നിതിൻ ചേട്ടന് ഒന്നും വാങ്ങിച്ചില്ല. അപ്പോ ഞാൻ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇത് യൂണിസെക്സ് ആണ്, എനിക്ക് ഉപയോഗിക്കാം. ഓക്കേ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു ജാനുവരി സമയം, ഡിസംബർ ജാനുവരി സമയമൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ ഒരു അത്യാവശ്യം വരിക. പിന്നെ നിതിൻ ചേട്ടന് ഇത്രയും നാളായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് വിന്ററിൽ ഒക്കെ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം നല്ല തൊഴിൽപ്പെട്ടിയുള്ള ആളാണ്. എനിക്കാണ് വിന്റർ ഇത്തിരി പാട്. സമ്മർ പിന്നെയും ഞാൻ കടന്നു പോകും, വിന്ററാണ് എനിക്ക് ഭയങ്കര പാട്. സോ ഇതൊരു നല്ല ഭംഗിയുള്ള സംഭവമാണ്. ഇതിങ്ങനെ കഴുത്തിന്റെ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇറ്റ്സ് ക്യൂട്ട് ദിസ് തിങ്. അപ്പോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഷോപ്പ് ചെയ്ത സാധനങ്ങള്. സോ ഇനി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഓൺ ദ വേ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, നല്ലതാണോ, വർത്താണോ എന്നൊക്കെ പറയാം. സോ ഇറ്റ്സ് മീ അമൃത signing off. See you next video. Thanks for watching. Bye bye.